ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് ഞാനും അമ്മയും കൂടെ അമ്മ വീട്ടിൽ പോവാണ്. അമ്മ വീട് ഇവിടെ പത്തനംതിട്ട കൊല്ലമ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. അതായത് കോന്നിയൊക്കെ കഴിഞ്ഞ് പോകണം, നമ്മുടെ പുനലൂർ പോകുന്ന റൂട്ട് കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടെ ജോലിയൊക്കെ തീർത്തിട്ട് ഒരു 11 മണിയൊക്കെ കഴിയുമ്പോൾ ഇറങ്ങാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ രാവിലെ ചിപ്പി വരുന്നില്ല. ചിപ്പി ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, പോയിട്ട് വന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലത്തെ പണിയൊക്കെ ഒതുക്കിയിട്ട് 2 അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചു. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. അങ്ങനെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 11 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടെ പോകാൻ ഇറങ്ങി. അവൾ കിടന്നുറങ്ങാണ്. അച്ചാച്ചി റോഡിലോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ നേരെ ഇനി സ്റ്റാൻഡിൽ പോയി. അവിടെ നിന്ന് വേണം നമുക്ക് ബസ് കയറാൻ. കാരണം നേരത്തെ ഞങ്ങളുടെ ഈ വഴി തന്നെ, ആനപ്പാറ വഴി തന്നെ ബസ് പോകുന്നുണ്ടായിരുന്നു. ഇപ്പം റോഡ് പണിയൊക്കെ ആയിട്ട്, ഫ്ലൈ ഓവറിൻ്റെ പണിയായിട്ട് ഇപ്പം ബസ്സൊക്കെ കറങ്ങിയാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡിൽ പോയെങ്കിലേ കയറാൻ പറ്റൂ. ഇല്ലെങ്കിൽ നേരത്തെ നമുക്ക് നമ്മുടെ മേളിൽ ആനപ്പാറ സ്റ്റോപ്പിലൊക്കെ പോയി നിന്നായിരുന്നെങ്കിൽ ബസ്സിൽ കയറാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിൽ വന്നു, കുറച്ച് പലഹാരമൊക്കെ വാങ്ങിച്ചു, ബസ്സിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ബസ് കിട്ടി. അങ്ങനെ ഭയങ്കര വെയിൽ. ശരിക്കും പറഞ്ഞാൽ നേരത്തെ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നത്, പിന്നെ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല. എന്തായാലും നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയപ്പം ലെഫ്റ്റ് സൈഡിൽ വെയിൽ കണ്ടിട്ട് ഞങ്ങൾ റൈറ്റ് സൈഡിൽ ഇരുന്ന കേട്ടോ. അന്നേരമൊന്നും വെയിലൊന്നും ഇല്ലായിരുന്നു. വണ്ടി എടുത്ത് കഴിഞ്ഞപ്പം ഞങ്ങൾ ഇരുന്ന സൈഡിൽ നല്ല വെയിലുമായിരുന്നു. ഞങ്ങൾ എഴുന്നേറ്റ് പിന്നെ ലെഫ്റ്റ് സൈഡിൽ പോയി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പിലിറങ്ങി നടന്നു പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അമ്മയുടെയൊക്കെ വീട് മുരുപ്പിൻ്റെ മണ്ടയ്ക്കാണ്. ഞങ്ങളെപ്പോഴും കുഞ്ഞിലെയൊക്കെ പോകുമ്പം ഇവിടുന്ന് നടന്നു പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം കേട്ടോ. അന്നൊക്കെ നമുക്ക് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. ഇന്ന് പിന്നെ ഞാൻ നടന്നു പോകുമെന്നൊക്കെ അമ്മയോട് പറഞ്ഞെങ്കിലും ഞങ്ങൾ ചെന്നപ്പോൾ 11:30 12 മണിയൊക്കെ ആയിട്ടോ. ഭയങ്കര വെയിലായിരുന്നു. എന്നാൽ പിന്നെ ഓട്ടോയ്ക്ക് അങ്ങ് പോകുമെന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ എന്നാൽ നമുക്ക് നടന്നു വരാം, അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചു. എന്തായാലും നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു സൈഡ് ഫുള്ള് പാറമട, ഒരു സൈഡ് ഫുള്ളിങ്ങനെ തോട്ടോ റബ്ബറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. നടന്നൊക്കെ പോകാൻ നല്ല രസമാണ്. കാരണം പകുതി വരെയൊക്കെ ഉള്ളൂ കേട്ടോ വെയിൽ. പിന്നെ അങ്ങോട്ട് ഫുള്ള് റബ്ബറും തോട്ടമൊക്കെ ആയതുകൊണ്ട് വെയിലൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ ഓർത്ത് എന്നാലും തിരിച്ചു വരുമ്പോൾ നമുക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. ഞങ്ങളവിടെ ചെന്ന് ഞങ്ങളെ കണ്ട് ആൾ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ആദ്യം കുറച്ച് നേരമൊക്കെ. പിന്നെ അങ്ങ് ഒതുങ്ങി. അമ്മയുടെ വീട്ടിൽ അമ്മയുടെ അമ്മയുണ്ട്, അമ്മയുടെ ആങ്ങളയുണ്ട്, ആങ്ങളയുടെ വൈഫ്, അതായത് എൻ്റെ മാമന്, മാമി, പിന്നെ മാമിയുടെ അമ്മയുണ്ട് കേട്ടോ. മാമൻ ഇപ്പോൾ ഇവിടെ ഇല്ല. മാമൻ ഇപ്പോൾ ജോലി സ്ഥലത്താണ്, പാലായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ വല്യമ്മച്ചിയും മാമിയുടെ അമ്മയും മാമിയും ഉള്ളു കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ 3 പേരായിരുന്നു. മാമനും അമ്മയും, അമ്മയ്ക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഇപ്പോൾ ഇല്ല കേട്ടോ. ഞങ്ങളുടെ മമ്മി ഇപ്പോൾ ഇല്ല. ഞങ്ങളവിടെ ചെന്ന് കുറച്ച് നേരമൊക്കെ അവിടെ മാമിയുടെ ചെടിയൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ഈ അമ്മയുടെ കൂടെ ഇരിക്കുന്നതാണ് കേട്ടോ അമ്മയുടെ അമ്മ വല്യമ്മച്ചി. പിന്നെ ഈ ഇരിക്കുന്നത് ഞങ്ങളുടെ മാമിയുടെ അമ്മ നന്ദിനി അമ്മ. ഇവർ രണ്ടാളും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. എനിക്ക് എന്തൊരു പുറ്റുവേദനയായിരുന്നറിയാം. മുള്ളു കൊള്ളുന്ന പോലെ ഇങ്ങനെ കൊള്ളുമായിരുന്നു. ആ താഴെ ഒരു പെണ്ണോട് കോന്നി മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറെ കണ്ട് പറഞ്ഞു ഇച്ചിരി തിന്നൊരു നല്ലതാ. പിന്നെ ചിലപ്പോ 12 മണിയാകുമ്പോ രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് കഴിച്ചതല്ല. ഞാൻ ഇവിടുത്തെ പോകുമ്പോൾ ഒരു കഴിക്കെന്ന് പറയുന്നത് കഴിക്കില്ല. ഇതിന് എത്ര രൂപയാ കുഞ്ഞേ? 40. കൊള്ളാം, നല്ലതാ. ഇപ്പൊ എവിടെയാ പഠിക്കാൻ പോന്നേ? പഠിത്തം കഴിഞ്ഞോ?
ക്ഷീണിച്ചു ഒരുപാട്. കൈയുടെ വണ്ണമല്ല പോയി. പല്ലേ കമ്പി ഇട്ടേ ആണോ? കഴിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. കട്ടിയുള്ളതൊന്നും കഴിക്കാം. നേരെ വയ്യാതെ കൊണ്ട് ഒരു തോർത്തെടുത്ത് വെള്ളത്തിൽ മുക്കി പിന്നെ ഇങ്ങനെ പിടിച്ചൊന്ന് അപ്പിമ്മച്ചെടുത്ത് പുതയ്ക്ക് വന്നു. മുട്ടിന് മേവശം മൊത്തം വന്ന് ഇട് ആ ഇട്ടുകൊണ്ട് കിടക്കുക. ഈ ഉടുക്കുന്ന തുണി ഈ വെള്ളം കൊണ്ട് നനയുക. അങ്ങനായ പിന്നെ ഞാൻ പഠിച്ച് പാസ്സായി. ഒരിക്കലും അങ്ങനെ നനച്ചു ഇട്ടുകൊണ്ട് കിടക്കരുത്. അന്നേരം എല്ലാം പിന്നെ എന്നെ പിന്നെ ചാച്ചൻ വഴക്ക് പറയും, എടി അങ്ങനെ കിടക്കരുത്, പിന്നെ ഈ തണുപ്പ് ദേഹം തേക്കുന്നതാണോ? കുളിക്കുമ്പോ ദേഹമൊക്കെ തേക്കുന്നു. ഇനി എന്തോ പറയുന്നേ? ഈച്ചങ്ങായി. കൊള്ളത്തില്ല അത്. തോരൻ വെക്കുന്ന ചുണ്ടയ്ക്ക. അമ്മ കൊറോണ സമയത്ത് നമുക്കിത് ഇഷ്ടം പോലെ കിട്ടിയിട്ടില്ലേ അമ്മേ? ഈ കൃഷിയൊക്കെ ആരുടെയാ? മാമിയുടെ ആണോ വെല്ലുമിച്ചിയുടെ ആണോ കൃഷിയൊക്കെ? എൻ്റെ പച്ചമുളകൊക്കെ നിൽക്കുന്നു. പച്ചമുളകൊന്നും പറിക്കുന്നില്ലേ? ഇതൊക്കെ വെല്ലുമിച്ച് നട്ടയാണ് കേട്ടോ. വെല്ലുമിച്ച് ഇഷ്ടം പോലെ കൃഷിയൊക്കെ ഉണ്ട്. എവിടെ ചെന്നാലും അമ്മ വിടാത്ത കാര്യം കാന്താരി. അമ്മയ്ക്ക് കാന്താരിക്കകത്ത് ആരോ കൈവേഷം തന്നിട്ടുണ്ട് കേട്ടോ. ഇല്ലല്ലേ കുറച്ച് വിളഞ്ചി. ഞങ്ങളുടെ അമ്മയ്ക്ക് ഈ കാന്താരിക്കകത്ത് ആരോ കൈവശം കൊടുത്തിട്ടുണ്ട്. എവിടെ ചെന്നാലും കാന്താരി വിട്ടുള്ളൂ ഒരു കളിയില്ല. എന്തുവാമ്മേ? ഞാനങ്ങ് മറന്നുപോയി. രാവിലെ വന്ന് നടക്കാൻ പോയേച്ച് വന്ന് ഇതിന് മുന്നേ തീ കത്തിച്ചു. ബാക്കിയെല്ലാം അവിടെ കിടക്കുന്നു. ഈ കൃഷിയൊക്കെ അറിയാം. കൃഷിയൊക്കെ എൻ്റെ കൃഷിയാണ്. വെയില. കാന്താരി പോയി. കൊതുകാണ് കേട്ടോ, ഭയങ്കര കൊതുക്. അവിടെ പോകാൻ പറ്റുമോ? അത് എല്ലാം പച്ചയാ. പഴുക്കണം. അമ്മേ പെതുക്കെ ഇറങ്ങി വരണേ. ഇരിക്കുന്നു. ചൂടില്ല ചക്ക വിളഞ്ഞതാണല്ലോ. എന്നാ പറിച്ചാലോ? ചൂടില്ല ചക്ക വിളഞ്ഞ. പക്ഷെ ഇത് പൊട്ടാമേ. അത് പറിക്കണ്ട. അയ്യത്തൊക്കെ കയറി ഇറങ്ങി കാന്താരി അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ ചക്ക ഇടാൻ കയറി കേട്ടോ. ഞങ്ങളുടെ അമ്മയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കാന്താരി, ചക്ക, മാങ്ങ, ചേന, ചേമ്പ്, കാച്ചിൽ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ അയ്യത്തൊക്കെ കയറി നടന്ന് പറിച്ചൊക്കെ കൊണ്ടുപോകാൻ എവിടെ പോയാലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ചക്കയൊക്കെ ഇട്ടിട്ടോ. ഞങ്ങൾ എങ്ങനെ ഇടുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, കാരണം ഭയങ്കര ഹൈറ്റിലൊക്കെ ആയിരുന്നേ. അപ്പം ഞാനും വെല്ലുമിച്ചിക്കാണെങ്കിലും വയ്യ, അമ്മയ്ക്കും കൈ വയ്യ.
അപ്പോൾ അവിടെ നിന്നപ്പം ഒരു അങ്കിൾ വന്നു കേട്ടോ, നമുക്കറിയാവുന്ന അങ്കിൾ വന്ന് ചക്കയൊക്കെ ഇട്ട് തന്നു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ചക്കയൊക്കെ എടുത്തിട്ട് അമ്മ ഇങ്ങനെ ചക്കയുടെ ഇതൊക്കെ തോലെല്ലാം ചെത്തിയൊക്കെ കളഞ്ഞു. പിന്നെ അങ്ങോട്ട് ചക്ക ഇടാനായിരുന്നു. ഞാൻ അവിടെ പോയി നോക്കിയിരിക്കുമായിരുന്നു. ഈ പല്ല് കമ്പിയിട്ടതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ കൂടുതലും മിസ് ചെയ്യുന്നത്. കാരണം എനിക്ക് പേടിയാണ് ഈ കട്ടിയുള്ളതൊക്കെ കഴിക്കാൻ. എങ്കിലും ചക്ക കണ്ടാൽ ആരാണേലും കൊതിച്ച് പോലും. അങ്ങനെ ഞാൻ 1-2 തിന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നുള്ള പരിപാടി ചക്ക എടുത്ത് ചകിണിയൊക്കെ മാറ്റിയിട്ട് കൊണ്ടുവരാമെന്ന് ഉള്ള പ്ലാനിലായിരുന്നു കേട്ടോ. കാരണം ഇവിടെ നമുക്ക് കൊണ്ടിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചക്ക ചവണിയൊക്കെ കളഞ്ഞിട്ട് ചക്കയും ചക്കക്കുരുവും മാത്രമായിട്ട് കൊണ്ടുവന്നു കേട്ടോ. ചക്ക മാത്രമേ ഉള്ളൂ, ചക്ക ഇന്നുകൊള്ളാം. എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് പുളി. എന്താണ് നിൽക്കും അമ്മയുടെ പുളി എങ്ങനെ പയറാമേ? പയറും കോപ്പൊന്നുമല്ല. പിന്നെന്തോ പിന്നെ ഷുഗറിന് വെള്ളം ഇട്ട് കുടിക്കുന്നതാണ്. എന്തോ ഷുഗർ മറന്നു. മുട്ട മരുന്ന്. അവനെ ഒരു കവറെടുത്ത് കൊടുറി. വേണ്ട കപ്പ കപ്പോ? എന്നാ അമ്മ അവളെ ചെയ്താവും. പുളി ഇട്ടേച്ച് കോപ്പയും കൊടു. മതി ചെയ്ത് മതി. ചക്കയുടെയും പുളിയുടെയൊക്കെ പുറകെ പോയി. പിന്നെ ഉച്ചയ്ക്ക് ചോറിനാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. ചോറിന് തീയലും പപ്പടവും പാവയ്ക്ക തോരനും അവിയലും സാലഡും പാവയ്ക്ക വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുട്ട പൊരിച്ചതും അങ്ങനെ അതൊക്കെ കൂട്ടി ചോറിനൊക്കെ ഉള്ള പരിപാടിയിലായിരുന്നു. വല്യമ്മച്ചിയാണെങ്കിൽ മുട്ടയൊക്കെ പൊരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഇന്ന് ചോറൊക്കെ ഉണ്ടു. ഇതാണ് എൻ്റെ മാമി, ഷൈനി എന്നാണ് പേര്. മാമൻ്റെ പേര് സന്തോഷം എന്നാണ് കേട്ടോ. മാമിയാണെങ്കിൽ മന്ദിരത്തിൽ പോകണം കേട്ടോ പ്രാർത്ഥനയ്ക്ക്. ഞങ്ങൾ 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളും അവിടെ നിന്ന് പോകാൻ ഇറങ്ങി കേട്ടോ. അങ്ങോട്ട് പോയപ്പം വെറും കൈയോടെ ആണെങ്കിലും ഇങ്ങോട്ട് വന്നപ്പം കൈ നിറച്ച് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നടന്നു വരാൻ നിന്നില്ല. മാമി ഓട്ടോ വിളിച്ചു തന്നു. അങ്ങനെ ഓട്ടോയ്ക്ക് വന്ന് നമ്മൾ കൊല്ലംപടിക്ക് താഴെ സ്റ്റോപ്പിൻ്റെ അവിടെ വന്ന് നിന്ന് കേട്ടോ ബസ് നോക്കിയിട്ട്. ഇങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയി. ഞങ്ങൾ ബസ്സിന് ഇങ്ങനെ വീട്ടിൽ വന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് തരാം. ബൈ.